ഹൗഡ ഫെഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വട്ടവടയിലുള്ള നമ്മുടെ കോവിലൂർ പാലസ് റിസോർട്ടിൻ്റെ വീഡിയോ ആണ്. നമ്മളിവിടെ മൂന്നാമത്തെ പ്രാവശ്യമാണ് കേട്ടോ സ്റ്റേക്ക് വരുന്നത്. അപ്പോൾ അത് വരാനുള്ള കാരണം എന്താണ്, ഇത് നല്ല കിടിലൊരു റിസോർട്ടാണ്. ഫസ്റ്റ്ലി ഇതാണ് കേട്ടോ നമ്മുടെ എൻട്രൻസ് എന്ന് പറയുന്നത്. വണ്ടി ജീപ്പ് മുകളിലോട്ട് പോവും, പക്ഷെ നമ്മുടെ കാറ് നമ്മളിവിടെ പഞ്ചായത്തിൻ്റെ സ്പേസ് ഉണ്ട്, അവിടെയാണ് നമ്മൾ പാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു ജീപ്പ് കൊണ്ടുവരും, അപ്പോൾ അതിനകത്ത് കൊണ്ടുവർക്ക് പോകാം. നമ്മളൊക്കെ 2 പ്രാവശ്യം വന്നപ്പോഴും നമ്മളിതൊക്കെ കയറിയിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ വഴി കാണാം. 2 സൈഡും ഫുള്ളിപ്പോൾ ഈ ചുവന്ന ഫ്ലവറാണ് കേട്ടോ. ഫ്ലവറാണോ അതിൻ്റെ ലീഫാണെന്ന് മനസ്സിലായി, ഫ്ലവർ തന്നെയാണ്. അത് രസമുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ ജീപ്പ് വന്നിട്ടോ. നമ്മളിപ്പോൾ സാധനങ്ങളൊക്കെ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. എന്നിട്ട് ഇതാ നമ്മൾ നേരെ കോവിലൂർ പാലസിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ് ടു ഹിയർ വണ്ടി വരും. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമ്മൾ കുറച്ച് സ്റ്റെപ്സ് കയറാനുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കയറാം. ആൻഡ് ദെൻ ഫൈനലി നമ്മൾ കോവിലൂർ പാലസിൻ്റെ ടോപ്പിലെത്തി കേട്ടോ. ഇതാണ് കേട്ടോ കോവിലൂർ പാലസിൻ്റെ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത്. ഈ ഒരു വട്ടവടയിൽ ഇത്രയും വ്യൂ ഉള്ള ഒരു വൺ ഓഫ് ദി റിസോർട്ടാണ് കേട്ടോ ഈ ഒരു കോവിലൂർ പാലസ് എന്ന് പറയുന്നത്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇരുന്ന് അതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് ഞാൻ ഈ ഒരു റിസോർട്ടിൽ 3 പ്രാവശ്യം വന്നപ്പോഴും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് ഈ ഒരു പോർഷൻ തന്നെയാണ് കേട്ടോ. ഈ ഒരു പോർഷൻ തന്നെയാണ് ഈ ഒരു റിസോർട്ടിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് നമുക്ക് റിസോർട്ട് ഉണ്ടെങ്കിലും ഈ ഒരു ഏരിയയിൽ നമ്മുടെ ഈ ഒരു ലൈനിൽ ഈ ഒരു റിസോർട്ട് മാത്രമേ ഉള്ളൂ. അത് കാരണം കൊണ്ട് നമുക്ക് അതിൻ്റേതായ പ്രൈവസിയും കൂടിയുണ്ട്. അങ്ങനെ നമുക്ക് ഇനി ആദ്യം നമുക്കിതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇവർ കുറച്ച് ഇവിടുത്തെ ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻഫോർമേഷൻസും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരെ ഒരു വീട് പോലെ തന്നെയാണ് കേട്ടോ നേരെ കയറി ചെല്ലുന്നത് ഒരു ഹോളിലോട്ടാണ്. പിന്നെ നമുക്ക് ഇവിടെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നുണ്ട്. എല്ലാം ഒരു ഒരു വീട് എങ്ങനെയാണോ ആ ഒരു ഫെസിലിറ്റിയിൽ തന്നെയാണ്. ഫുൾ നല്ല നീറ്റ് ആൻഡ് ഹൈജീൻ്റെ കാര്യത്തിൽ അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ ലിവിങ് ഏരിയ ആണ്. എവിടെയും നമുക്കിരുന്ന് സ്പെൻഡ് ചെയ്യാൻ ഒക്കെ പറ്റും. ശരിക്കും ഒരു 3 BHK ആണ് ഈ ഒരു കോവിലൂർ പാലസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ 2ാമത്തെ റൂമാണ്. ഇവിടെയാണ് നമ്മൾ എല്ലാ പ്രാവശ്യം ഞാൻ കിടന്നുറങ്ങുന്നത്. ഈ ഒരു റൂമിലാണ് എല്ലാ പ്രാവശ്യം. എല്ലാ റൂമിനും അറ്റാച്ച്ഡ് ആയിട്ട് ബാത്റൂം വരുന്നുണ്ട്. ആൻഡ് ദെൻ ഫൈനലി ദ ലാസ്റ്റ് റൂമാണ്. ഈ റൂമിനാണ് നമുക്കൊരു വ്യൂ കൂടെ ഉള്ളൊരു റൂമാണ് കേട്ടോ. ഈ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഈ റൂം ചൂസ് ചെയ്ത് ഇവിടെയാണ് കിടന്നുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ നമുക്കൊരു വിൻഡോ ഉണ്ട്. അപ്പോൾ വിൻഡോ കൂടെ നമുക്ക് ഒരു വ്യൂ ഒക്കെ കാണാൻ പറ്റും. അതാണ് ഈ ഒരു റൂമിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഈ റിസോർട്ടിലെ ഹൈലൈറ്റ് ആയിട്ടുള്ള നമ്മളെ ക്യാമ്പ് ഫയർ ഏരിയ ആണ് കേട്ടോ. ഇത് പോണതിന് പ്രത്യേകം ഒരു അടിപൊളി പാസേജ് ഒക്കെ ഉണ്ട്. നൈറ്റ് ആയിരിക്കുന്നുണ്ടോ ലൈറ്റ് ഒക്കെ ഇട്ട് ഇത്തിരി കൂടെ ഭംഗി. അതിൻ്റെ ക്ലിപ്സ് നമ്മൾ ആഡ് ചെയ്യും. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് ഫുള്ളി പൈൻ്റെ ആ കായ ഉണ്ടല്ലോ, അത് ഫുള്ള് പെയിൻ്റ് അടിച്ചിട്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടും നമുക്ക് ഇരിക്കാനായിട്ടൊരു സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഫുള്ള് യൂക്കാലിപ്റ്റസ് അതാക്കില്. അപ്പൊ ആ ഒരു ശുദ്ധവായൊക്കെ ശ്വസിച്ച് നമുക്കിവിടെ ഇരിക്കാം.
കാണുന്ന പോലെ തന്നെ നമ്മുടെ ഒരു ബാർ കൗണ്ടർ ആണ് കേട്ടോ. ഇവിടെ നമുക്ക് വൈബ് അടിച്ചിരിക്കാം, രണ്ടെണ്ണം അടിക്കുന്നവർക്ക് ഇവിടെ രണ്ടെണ്ണം അടിക്കുകയും ചെയ്യാം. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ദ ഇവിടെയാണ് നമ്മുടെ ഫൈനൽ ഫയർ ഏരിയ. ഇവിടെയാണ് കേട്ടോ നമ്മുടെ ക്യാമ്പ് ഫയർ നൈറ്റ് ഉണ്ടായിരിക്കുക. ഫുള്ളി അടിപൊളിയാണ്. ഇതവിടെ നമ്മുടെ ഗ്രില്ലിന്റെ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. അവിടെ രാത്രി മഴയൊന്നുമില്ലെങ്കിൽ നമുക്കിവിടെ സെറ്റാക്കാം. കാലാവസ്ഥ ഇപ്പോൾ കുറച്ച് എന്താ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാലാവസ്ഥയാണ്. മഴ വരുമോ വരില്ലെന്ന് നിൽക്കേണ്ട പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ നമുക്കിനി രാത്രി കാണാം. ഗുഡ് മോർണിംഗ്. ഇത് രാവിലെ 6:45 എനിക്കട്ടാ. ഇന്നലെ അങ്ങനെ അതേ ലേറ്റ് ഒന്നും ആയില്ല, വേഗം കിടന്നു. നല്ല ക്ലൈമറ്റ്, നല്ല സുഖമായിട്ട് ഉറങ്ങിയിട്ടാണ്. അത്യാവശ്യം ഒരു 12 ഒക്കെയാണ് ടെമ്പറേച്ചർ മിനിമം പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ രാവിലെ വന്നിട്ടുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള കോവിലൂരിൻ്റെ വ്യൂ ആണ് കിട്ടിയത്. ആ ഒരു വാട്ടർഫോൾസ് ഉണ്ട്. ആ വാട്ടർഫോൾസിൻ്റെ സൗണ്ടും അങ്ങ് അകലെയാണ് ഓപ്പോസിറ്റ് സൈഡിൽ, അതും കിളികളുടെ സൗണ്ടൊക്കെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ ഈ മോർണിംഗ് കോവിലൂർ എന്ന് പറയുന്നത്. നമ്മൾ എനിക്ക് വന്നു ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ എൻജോയ് ചെയ്യുക, വേറെ ഒന്നും വേണ്ട, അങ്ങനെയുള്ളൊരു ഫീലാണ്. രാവിലെ തന്നെ ഒരു കോഫി കുടിച്ച് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ എല്ലാവരും നല്ല കോഫി കുടിയിലാണ്. ഈ ഒരു കോവിലൂർ പാലസ് എന്ന് പറയുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ടാണ് കേട്ടോ. ഇവിടെ നമ്മൾ മൊത്തത്തിൽ ബുക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 15K നമുക്ക് ഇത് മൊത്തത്തിൽ ബുക്ക് ചെയ്യാൻ പറ്റും. മാക്സിമം ഒരു 12 ആൾക്കൊക്കെ ഇവിടെ സ്റ്റേ ചെയ്യാനും പറ്റും. അത് മാത്രമല്ല ഇവിടെ വേറെ പല പാക്കേജ് ഫുഡോട് കൂടിയിട്ടൊക്കെ ആയിട്ട് അടിപൊളി പാക്കേജസ് ഒക്കെ ഉണ്ട്. ഈ പ്രൈസ് സീസൺ അനുസരിച്ച് വേരി കൂടെ ചെയ്യും കേട്ടോ. അതായത് പക്ക സീസണായി കഴിയുമ്പോൾ ഇവിടെ റേറ്റും കൂടാൻ ചാൻസ് ഉണ്ട്. ഓഫ് സീസണായി കഴിയുമ്പോൾ ഈ ഒരു നോർമൽ റേറ്റിലായിരിക്കും ഉണ്ടാവുക. പിന്നെ ഈ ഒരു പ്രോപ്പർട്ടി ബുക്ക് ചെയ്യാനായിട്ട് ഞാൻ നമ്പർ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും ഞാൻ കൊടുത്തേക്കാം. ഈ ഒരു പ്രോപ്പർട്ടി മെയിൻലി ഒരു ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ടാണ് കേട്ടോ. ഫ്രണ്ട്സ് ആയാലൊക്കെ വന്നാലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒത്തിരി കൂടെ ഒരു ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള റിസോർട്ടാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ പതുക്കെ ഇറങ്ങാണ് ഇവിടെ നിന്ന്. അപ്പോൾ എത്രയ്ക്കാണ് നമ്മുടെ കോവിലൂർ പാലസിലെ കാഴ്ചകൾ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ ഭയങ്കര പ്രൈവസി ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയ്ക്കാണ് കേട്ടോ നമ്മളെ ഇവിടുത്തെ കാഴ്ചകൾ. ഇനി നമ്മൾ നേരെ അടുത്ത സ്ഥലങ്ങളിലോട്ട് പോവാണ്. അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം. അതുവരേക്കും ബൈ ഫ്രം ഹോഡു പേഡീസ്. ബൈ ഗൈസ്, until next time.